ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വയനാട്ടിൽ പോയി വർഷയെ വിവേക് സുരക്ഷിതമായി വീട്ടിലെത്തുന്നുണ്ട്. വർഷയെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ചന്ദ്രദാസ് ശ്രമിച്ചിരുന്നു. ആ ശ്രമമെല്ലാം വിവേക് തടുത്തുന്നു മാത്രമല്ല, വർഷയെ എല്ലാ സാഹചര്യത്തിലും വിവേക് കൂടെ നിൽക്കുന്നത് കാരണം വിവേകിനോട് വർഷയ്ക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. വർഷയ്ക്കുണ്ടായ മാറ്റം വിവേകിന് തന്നെ അത്ഭുതവും സന്തോഷവുമാണ്. അങ്ങനെ വർഷ വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്താണെങ്കിൽ വിവേക് ഒരു ഹായ് പറഞ്ഞ് ഹായ് പൂക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വർഷ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ച് വിവേകിനെ നോക്കി ഹായ് പറയുന്നുണ്ട്. മുമ്പാണെങ്കിൽ വിവേക് എന്തെങ്കിലും പറയുമ്പോൾ വർഷ വളരെ ദേഷ്യത്തോട് പ്രതികരിക്കുകയും അതുപോലെ തന്നെ വിവേകിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകില്ലായിരുന്നു. അത് തന്നെയാണ് വിവേക് ആഗ്രഹിച്ചതും. അതിനുവേണ്ടിയാണ് വർഷയെ തനിച്ച് വയനാട്ടിൽ കൊണ്ടുപോകാൻ വിവേക് സമ്മതിച്ചത്. കൂട്ടിന് വരാൻ ഒരുങ്ങിയ ശിവനന്ദയെ പോലും ഒഴിവാക്കിയത് എങ്ങനെയെങ്കിലും തൻ്റെ ഇഷ്ടം വർഷയോട് പറയണമെന്നും വർഷയുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി വിവേക് തന്നെ തയ്യാറാക്കിയ നാടകമായിരുന്നു ശിവനന്ദയെ അങ്കിത്തിനെയും കൊണ്ട് അന്നത്തെ ദിവസം തന്നെ മീറ്റിംഗ് ഉണ്ടാക്കിയത്. അങ്ങനെ നാട്ടിലെത്തിയ വിവേകാണെങ്കിൽ തൻ്റെ ഈ സന്തോഷ വിവരം നേരെ അങ്കിത്തിനോട് പറയുന്നുണ്ട്. വർഷയ്ക്കിപ്പോൾ എന്നെ വളരെയധികം ഇഷ്ടമാണ്, അവളുടെ കണ്ണുകളിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിവേക് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്കിത്തിനാണെങ്കിൽ അതിനെക്കാട്ടി സന്തോഷം എങ്ങനെയെങ്കിലും ശിവനന്ദയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശിവനന്ദയെ തൻ്റെ വഴിക്ക് എത്തിക്കുമായിരുന്നു അങ്കിത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. അത് അങ്കിത്തിന് സാധിച്ചതുകൊണ്ട് തന്നെ അങ്കിത്തിനും വിവേകിനും വളരെയധികം സന്തോഷമാണ്. ഈ സമയമാണെങ്കിൽ ശിവനന്ദ എല്ലാ കാര്യങ്ങളും പോയി വസുന്ധരയോട് പറയുന്നുണ്ട്. ആ സമയം വർഷയും അഭിരാമിയും ശിവനന്ദയും അഞ്ജു എല്ലാം കൂടി ചെന്നിട്ട് വസുന്ധരയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഞ്ജു മാരീഡ് ആണെന്ന് പറയുന്ന സമയത്ത് വസുന്ധര ഒന്ന് ഞെട്ടുന്നുണ്ട്. മാരീഡോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേറെ ആരെയും അല്ല, വിക്രമന്റെ മകൻ രാഹുലിനെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് അഞ്ജു വസുന്ധരയോട് പറയുന്ന സമയത്ത് വസുന്ധര ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഈ സത്യങ്ങൾ കേട്ട വസുന്ധര ശിവനന്ദയും വർഷയെയും അഞ്ജുവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്ന് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.